നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല വീടുകളിലും വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ്, ഗ്യാസ് വാങ്ങിക്കഴിഞ്ഞാൽ 1 മാസം പോലും നിൽക്കുന്നില്ല, പെട്ടെന്ന് തീർന്നു പോകുന്നു. ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഗ്യാസ് 2 മാസത്തിൽ കൂടുതൽ നിൽക്കും. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നെങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഗ്യാസ് സിലിണ്ടർ 2 മാസത്തിലധികം അടുക്കളയിൽ ഉപയോഗിക്കണോ എങ്കിൽ ഈ ട്രിക്ക് പരീക്ഷിക്കൂ. ആഹാരം പെട്ടെന്ന് പാകം ചെയ്യാൻ മിക്കവരും ആശ്രയിക്കുന്നത് ഗ്യാസ് അടുപ്പാണ്. വിറക് കത്തിച്ച് പാടുപെടാതിരിക്കുവാൻ എന്തുകൊണ്ടും എളുപ്പം ഗ്യാസ് തന്നെയാണെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ഇപ്പോൾ പാചകവാതകത്തിൻ്റെ വില കൂടിയതുകൊണ്ട് സിലിണ്ടർ 2 മാസം പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നതാണ് എല്ലാ വീടുകളിലെയും പ്രശ്നം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 2 മാസത്തിലധികം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇത് അതിനായി പാലിക്കാവുന്ന ചില പ്രായോഗിക മാർഗങ്ങൾ. പാചകം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും തയ്യാറാക്കുക. പച്ചക്കറികൾ, മസാലകൾ, വെള്ളം എല്ലാം മുന്നോടിയായി പാചകം ചെയ്യുന്ന സമയത്ത് എടുത്തു വയ്ക്കണം. ഗ്യാസ് അടുപ്പിൽ വെച്ച് സാധനങ്ങൾ അന്വേഷിക്കുന്നത് ഗ്യാസ് പാഴാക്കി പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അടുത്ത രണ്ടാമത്തെ കാര്യം, പാത്രം മൂടി പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. പാത്രം മൂടി വെച്ചാൽ വേഗത്തിൽ വേവുകയും ചൂട് പാഴാകാതെ ഇരിക്കുകയും ചെയ്യും. ഇതോടെ 30% വരെ ഗ്യാസ് ലാഭിക്കാം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, പാത്രത്തിൻ്റെ വലിപ്പം തീക്ക് അനുയോജ്യമാക്കുക. തീ പാത്രത്തിൻ്റെ ചുറ്റും പരക്കാതിരിക്കുവാൻ ശരിയായ വലിപ്പത്തിലുള്ള പാത്രം തിരഞ്ഞെടുക്കണം. ചെറിയ പാത്രത്തിൽ വലിയ തീ നഷ്ടമാകും. അടുത്ത നാലാം ശ്രദ്ധിക്കേണ്ടത്, കുറഞ്ഞ തീയിൽ പാചകം ചെയ്യാൻ ശ്രമിക്കുക. ഉയർന്ന തീയിൽ പാചകം ചെയ്യുന്നത് വേഗമല്ല, പാഴാക്കലാണ്. അടുത്ത അഞ്ചാം ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ കുക്കർ കൂടുതൽ ഉപയോഗിക്കുക. ചോറും കറികളും പരിപ്പ് വിഭവങ്ങളും കുക്കറിൽ ചെയ്താൽ ഗ്യാസ് വൻതോതിൽ ലാഭിക്കും. അടുത്ത ആറാം ശ്രദ്ധിക്കേണ്ടത്, ഒരുമിച്ച് നിരവധി വിഭവങ്ങൾ പാകം ചെയ്യുക. ഒരുമിച്ച് 2-3 വിഭവങ്ങൾ ഒരുങ്ങുമ്പോൾ ഗ്യാസ് കുറവ് ഉപയോഗിക്കും. അടുത്ത ഏഴാമത്തത്, ഫ്രീസിൽ നിന്ന് നേരിട്ട് പാചകം ചെയ്യരുത്. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് റൂം ടെമ്പറേച്ചറിൽ എത്തിക്കുക. ഫ്രോസൺ ഭക്ഷണം വേവിക്കാൻ കൂടുതൽ ഗ്യാസ് വേണം. നാലാമത്തത്, ബർണർ ശുചിയായി സൂക്ഷിക്കുക. ബർണറിലെ പൊടി, എണ്ണ തുടങ്ങിയവ തീയുടെ വേഗം കുറയ്ക്കും. ബർണർ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു ഗ്യാസ് സിലിണ്ടർ 50 മുതൽ 60 ദിവസം വരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഗ്യാസ് ലാഭിക്കുന്ന അടുക്കള പ്ലാൻ നമുക്ക് നോക്കാം. ഒരുമിച്ച് പാചകം ചെയ്യുക. ചായ, പ്രഭാത ഭക്ഷണം, ഉപ്പുമാവ്, ഇഡ്ഡലി, പുട്ട്, ലഞ്ച് ഒരുക്കാനുള്ളത് ഒരുമിച്ച് ചെയ്യുക. അധികം സമയം കളയാതെ ചെയ്യണം. പച്ചക്കറികൾ വേവിക്കുന്നതിനൊപ്പം വെള്ളവും ചൂടാക്കണം. കുക്കർ ഉപയോഗിക്കുക. ചോറും പരിപ്പും കുക്കറിൽ വേവിക്കുക. അപ്പോൾ ഗ്യാസ് ലാഭിക്കാം. നേരത്തെ തയ്യാറാക്കിയ ചോറും കറിയും ചൂടാക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. തീ കുറച്ച് വെച്ച് ചൂടാക്കുക. ആവശ്യമില്ലാതെ അധികം വേവിക്കരുത്. ആ ദിവസത്തെ അളവിൽ മാത്രം വിഭവങ്ങൾ തയ്യാറാക്കുക, ബാക്കി വയ്ക്കാതിരിക്കുക. വൈകുന്നേരം 6 മുതൽ 7:30 വരെയുള്ള സമയങ്ങളിൽ വെറും 1-2 വിഭവങ്ങൾ മാത്രം. കഞ്ഞി, തോരൻ, ചപ്പാത്തി, കറി തുടങ്ങിയ ലളിതമായ വിഭവങ്ങൾ മാത്രം തയ്യാറാക്കാം. വേവിച്ച ഉടനെ തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് 2 മാസത്തിൽ കൂടുതൽ ഉറപ്പായിട്ട് നിൽക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതേപോലെ ഈ വീഡിയോ മറ്റു ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.